കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിൽ. DNA പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭ്യമാകാനുള്ളത്. ബാക്കിയുള്ള അന്വേഷണം കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണമാണ് നടത്തിയത്. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമായിരുന്നു നിർണായകം. ജൈനമ്മയുടെയും സെബാസ്റ്റിന്റെയും മൊബൈൽ ഫോണുകൾ ഒരേ ടവർ ലൊക്കേഷനിൽ കണ്ടെത്തിയതായിരുന്നു വഴിത്തിരിവായത്. പിന്നാലെ ജൈനമ്മയുടെ ഫോൺ ഒരു കടയിൽ വെച്ച് സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതും കണ്ടെത്തി. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വീട്ടിലെ പരിശോധനയും അസ്ഥികൾ കണ്ടെത്തിയതും അന്വേഷണത്തെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതടക്കമുള്ള തെളിവുകളും കണ്ടെത്തി. മറ്റ് സാക്ഷിമൊഴികളും ഇതിനോടകം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിനോട് ആദ്യം പ്രതികരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ അവസാന ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് തെളിയുകയും ചെയ്തു. ഇനി വരാനുള്ളത് അസ്ഥികളുടെ DNA പരിശോധനാ ഫലമാണ്. അതുകൂടി വന്നാൽ അന്വേഷണം പൂർത്തിയാകും. മറ്റു നടപടികളെല്ലാം ഇതിനോടകം തന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇനി തുടർ നടപടികൾ ഉണ്ടാകൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.